ഹായ് ബഡീസ്, നമുക്കിത് അപ്സൈക്കിൾ ചെയ്താലോ? പണ്ട് ഞാനിത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് സൈഡിലേക്ക് വെച്ചു. ഇപ്പോഴാണ് എനിക്ക് ആ ഐഡിയ കിട്ടണേ. എൻ്റെ വീട്ടിൽ തോർത്തിടാൻ വേണ്ടി ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി. പക്ഷെ അതിൽ തോർത്തൊഴിച്ച് ബാക്കി എല്ലാം ഇടും. അങ്ങനെ എനിക്ക് മനസ്സിലായി തോർത്തിടാൻ വേണ്ടി വേറെ ബാസ്ക്കറ്റ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ സാരമില്ല, നമുക്കത് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഈ സാധനം ഒന്ന് കഴുകി നല്ലോണം അങ്ങോട്ട് വൃത്തിയാക്കണം. ഇത് ഞാനത് ഉണക്കാൻ കൊണ്ടുവന്ന കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറി. എന്താ വെച്ചാൽ എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് വരാം. നമുക്കിതെടുത്തിട്ട് പിന്നെ ഈ ടേപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് അളക്കണം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഫോളോ ചെയ്താൽ മതി, അപ്പം മനസ്സിലാവും. ശൈലത്തിൻ്റെ ജ്ഞാപകം ദിൽ മേ പ്യാർ ഹൈ തേരാ तुमसे रहे बिना जान भी न जाएगी कयामत से पहले सामने तू आएगी ख्वाबों में तू की आशिकी फूलों से सही सही हैर की आशिकी हैर की आशिकी. എൻ്റെ ഇല്ലാത്ത തൊണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ പാടുന്നത്. ഞാൻ പാടുന്നത് നന്നായിട്ടുണ്ടല്ലോ അല്ലേ? പാടുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ ഒന്ന് യെസ് പറയണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാട്ട് സജസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇതുപോലെ മൂളിപ്പാട്ട് പോലെ പാടണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതൊരു അപ്സൈക്ലിംഗ് ക്രാഫ്റ്റ് ചാനലാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ഇടണം കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പി എടുക്കാം. എൻ്റെ കയ്യിൽ കട്ടിംഗ് പ്ലെയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ എടുക്കണേ. എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് ടൈം എനിക്കൊരു വാർണിംഗ് തന്നതേ ഉള്ളൂ, ഇത് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞ്, ബിക്കോസ് ഇത് കേടാവുന്നത്. പക്ഷേ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കണ്ടില്ലെങ്കിൽ കിട്ടിയ സാധനം വെച്ച് ചെയ്യണതാണ് എനിക്കിഷ്ടം. ഇതുണ്ടോ, കമ്പി ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡിലേയും നമ്മൾ അറ്റാച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കമ്പിയുടെ കൂർത്ത മുന പുറത്തായിരിക്കണം, ഔട്ട്സൈഡ് ദ ബാസ്ക്കറ്റ് ആയിരിക്കണം, നോട്ട് ഇൻസൈഡ് ദ ബാസ്ക്കറ്റ്. ബിക്കോസ് എന്താ വെച്ചാൽ തോർത്തിടുന്ന സമയത്ത് അതിലൊക്കെ കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പി നമ്മൾ പുറത്തിടുന്നതാണ് എപ്പോഴും നല്ലത്. കാതൽ രോജാവേ എങ്കേ നീങ്ങി കണ്ണീർ വഴികതടി കണ്ണേ കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ കൺമൂടി പാട്ടാൻ ുക്കുൾ നീതാൻ എന്നാനതോ ഏതാനതോ. ദേ നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത്രയും നല്ല അടിപൊളിയായിട്ട് വരുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല കേട്ടോ. ഇനി നമുക്കിതിൽ തോർത്തിട്ട് നോക്കാം. വാവ്, എൻ്റെ ടർക്കികളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഈ വയറിൻ്റെ അറ്റം കണ്ടില്ലേ, ഈ ഇച്ചിരി കൂർത്തിട്ടാണ് ഇതിൻ്റെ അറ്റമൊക്കെ ഇരിക്കുന്നത്.
അപ്പോൾ അതൊന്നും സാരില്ല, നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേറൊരു വഴിയുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കീറി പറഞ്ഞൊരു ജീൻസ് എടുക്കാം. ജീൻസിൻ്റെ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ചെറിയൊരു സ്ട്രിപ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർക്കണം. കണ്ടോ, കണ്ടില്ലേ അതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, അപ്പ് സൈഡിൽ ഇങ്ങനെ കൂർത്തിട്ടല്ലേ ഇരിക്കണം. അപ്പോൾ നമ്മൾ തോർത്തൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ കൈ ഒരയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാട്ടോ, ഇങ്ങനെ കോർത്താൽ മതി. സംഭവം നല്ല അടിപൊളിയായിട്ടില്ലേ. ഇത് കണ്ടോ, എഡ്ജ് ഷാർപ്പായിരിക്കണേ. അപ്പം നമ്മൾ കോർക്ക് തന്നെ ശരണം. ഒത്തിരി ടൈമൊന്നും എടുക്കില്ല കേട്ടോ, ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം റെഡിയാവും. ഈ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഹാൻഡ് ബാഗ് തയ്ച്ചാലോ എന്ന് ഞാൻ ഇങ്ങോട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ ഹാൻഡ് ബാഗ് തയ്ക്കണമെങ്കിൽ, എൻ്റെ ആ ക്രാഫ്റ്റ് കാണണമെങ്കിൽ ദയവേത് എസ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ ബഡീസ്, ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.